അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറം. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാരാളം മഹത്വങ്ങളും ഒത്തിരി ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ്. മുഹറം എന്ന വാക്കിന് അർത്ഥം തന്നെ പരിശുദ്ധമായത് എന്നാണ്. യുദ്ധം ഹറാമായ വിശുദ്ധമായ 4 മാസങ്ങൾ, അൽ അഷ്ഹുറുൽ ഹുറും, പവിത്ര മാസങ്ങൾ എന്നറിയപ്പെടുന്ന 4 മാസങ്ങളിലെ ആദ്യ മാസമാണ് മുഹറം മാസം. അള്ളാഹു ഒത്തിരി ആദരിച്ചിട്ടുള്ള, അള്ളാഹു ബഹുമാനിച്ച മാസമാണ് ഈ പുണ്യമാസം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അള്ളാഹുവിലേക്ക് ഈ മാസത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് പറഞ്ഞു എന്നുള്ളത് തന്നെ മതി ഈ മാസത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ. പല പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം കൂടിയാണ് ഈ പുണ്യമാസം. പ്രവാചകന്മാരുടെ പ്രബോധന ജീവിതത്തിലെ അവരുടെ വിജയങ്ങൾക്ക്, നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം. അവരുടെ ശത്രുക്കളുടെ പരാജയങ്ങൾക്ക്, പതനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം കൂടിയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ബനു ഇസ്രായേലരും ഫിർഔനിൻ്റെ കിങ്കരന്മാരുടെയും കുതന്ത്രങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിർഔൻ ചെങ്കടലിൽ മുങ്ങി മഷിക്കുകയും ചെയ്തത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്, മുഹറം 10-നാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പ്രളയത്തിന് ശേഷം ജൂതി പർവ്വതത്തിൽ അവിടെ അടിയുറച്ച് നിൽക്കുന്ന ആ പർവ്വതത്തിൽ ആ കപ്പൽ നിൽക്കുന്നത് മുഹറം 10-നാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത്, അങ്ങനെ തുടങ്ങി പല പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് മുഹറം മാസമാണ്. മുഹറം മാസത്തിലെ തന്നെ മുഹറം 10-ആണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഒത്തിരി മഹത്വങ്ങളുണ്ട്. മുഹറം 9-നും 10-നും ധാരാളം മഹത്വങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് മുഹറം മാസമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ വേണ്ടി കഴിയും. നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഫ്ദലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ, ഏറ്റവും അനുയോജ്യമായ, ശ്രേഷ്ഠമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. മുഹറം 10-ലെ നോമ്പിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സോമു യൗമി ആശുറ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ ഉകഫിറ സനത്തൽ മാദിയത ഔ കമാ ഖാൽ. കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷങ്ങൾ മുഹറം 10-ലെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക വഴി അള്ളാഹു പുറത്തു നൽകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് ഈ മാസത്തിലെ നോമ്പിന്. ധാരാളം ശ്രേഷ്ഠതകളുമുണ്ട്. മാത്രമല്ല, മുഹറം 10-ൻ്റെ നോമ്പ് എന്ന് വെച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ മുഹറം 10-ൻ്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മുഹറം 10-ൻ്റെ നോമ്പ് ആദ്യകാലത്ത്, ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അത് നിർബന്ധമായിരുന്നു എന്നാണ്. പിന്നീട് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ മുഹറം 10-ലെ നോമ്പ് എന്തായി, സുന്നത്തായി മാറി. അതിന് അല്ലാഹു സുന്നത്താക്കി മാറ്റി എന്നുള്ള. അപ്പോൾ ആദ്യകാലത്ത് മുഹറം 10-ലെ നോമ്പ് നിർബന്ധം കൂടിയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് മുഹറം മാസത്തിലെ നോമ്പിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം. പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പോയി. അങ്ങനെ മദീനയിലെത്തിയതിന് ശേഷമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജൂതന്മാർ മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്നതായി കാണുന്നത്. അപ്പോൾ അവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുന്നു. ആ സമയത്ത് പറഞ്ഞു, മുഹറം 10-നാണ് ഞങ്ങളുടെ പ്രവാചകനായ മൂസ നബിയെ എന്ത് ചെയ്തത്, അള്ളാഹു ഫിർഔനിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചതും ഫിർഔനിനെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചതൊക്കെ ഈ മാസത്തിലാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മുഹറം 10-ന് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതന്മാർ പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടവർ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളിനി എന്ത് ചെയ്യും, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-ന് കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മുത്തനബി മുഹറം 9-ന് നോമ്പനുഷ്ഠിച്ചിട്ടില്ല, പക്ഷേ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ നോമ്പനുഷ്ഠിക്കുമെന്ന് മുത്തനബി പറഞ്ഞു. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു അടുത്ത വർഷം മുത്തനബി ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത മുഹറമിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പക്ഷേ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ
പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മുഹറം 9 നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അപ്പോൾ 9 10 നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് ആഷുറയിൻ്റെയും താസുഅയിൻ്റെയും. താസുഅ എന്ന് വെച്ചാൽ മുഹറം 9, ആഷുറ മുഹറം 10. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചരിത്രപരമായ ഒരുപാട് പിന്തുണകൾ മൂസാ നബിയുടെ, നൂഹ് നബിയുടെ, ആദൻ നബിയുടെ, അങ്ങനെ പല പ്രവാചകന്മാരുടെയും, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ, അങ്ങനെ പല പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചൊരു മാസമാണ്. അള്ളാഹു വിജയം നൽകുന്ന മാസമാണ്. അള്ളാഹു നമ്മയൊക്കെ അവനിലുള്ള പ്രതീക്ഷ അത് നമുക്ക് നിറവേറ്റി തരുന്ന മാസമാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, പ്രധാനപ്പെട്ട മാസമാണ് നമ്മൾ ഈ കടന്നു പോകുന്ന മാസം, നമുക്ക് വരാനിരിക്കുന്ന മുഹറം 9-ൻ്റെയും 10-ൻ്റെയൊക്കെ ദിവസം. അതുകൊണ്ട് കഴിവിൻ്റെ അത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാനും നമ്മളെല്ലാവരും ശ്രമിക്കണം. നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നോമ്പ് മാക്സിമം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും നോമ്പനുഷ്ഠിക്കണം. റമദാനിൽ ഏതെങ്കിലും നോമ്പ് കലായിട്ടുണ്ടെങ്കിൽ അതും ഇക്കൂട്ടത്തിൽ നമുക്ക് നിയ്യത്ത് ചെയ്യാം. അതും കൂടി കരുതി നമുക്ക് നോമ്പനുഷ്ഠിക്കാം. താസ്വാഇൻ്റെ സുന്നത്ത് നോമ്പിന് അള്ളാഹു താഴലാക്ക് വേണ്ടി, താസ്വാഇൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പിന് അള്ളാഹു താഴലാക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടാൻ കരുതി എന്ന് കരുതിയാൽ മതി. അത് ബുധനാഴ്ചയുടെ രാത്രി, നാളത്തെ രാത്രിയോ, അല്ലെങ്കിൽ ഇനി നിയ്യത്ത് വെക്കാൻ വിട്ടുപോയാൽ വ്യാഴാഴ്ചയുടെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ നിയ്യത്ത് ചെയ്താൽ മതി. ഉച്ചയ്ക്ക് മുന്നേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ, വ്യാഴാഴ്ചയാണല്ലോ നമ്മുടെ നാട്ടിൽ മുഹറം 9, വെള്ളിയാഴ്ചയാണ് 10. അതുപോലെ ആഷുറയിൻ്റെ സുന്നത്ത് നോമ്പിനെ, ആഷുറയിൻ്റെ നാളത്തെ സുന്നത്ത് നോമ്പിന് അള്ളാഹു താഴലാക്ക് വേണ്ടി അതായി നോറ്റുവിട്ടാൻ ഞാൻ കരുതി എന്ന് ആഷുറയിൻ്റെ നോമ്പിന് നിയ്യത്ത് ചെയ്താൽ മതി. മുഹറം 9-ൻ്റെ സുന്നത്ത് നോമ്പ് നോറ്റുവിട്ടാൻ ഞാൻ കരുതി, അല്ലെങ്കിൽ മുഹറം 10-ൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ നോറ്റുവീട്ടാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അതോടൊപ്പം റമദാനിൻ്റെ നോമ്പ് കലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുകൂടി കരുതണം. റമദാനിലെ ഫർദായ ആയ നോമ്പിനെ ഞാൻ കലാ വീട്ടാൻ കൂടി കരുതി എന്നുകൂടി കരുതണം. അപ്പോഴേ റമദാനിൻ്റെ നോമ്പ് കലാ ആവുള്ളൂ. അപ്പോൾ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ്, ദിവസങ്ങളാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വൽഫജിരി വലയാലിന് അഷർ എന്ന്. അള്ളാഹു രാവിനെക്കുറിച്ചും പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിലൂടെ സത്യം ചെയ്ത് പറഞ്ഞത്. പ്രബല അഭിപ്രായ പ്രകാരം അത് ദുൽഹിജ്ജയിലെ ആദ്യ 10 രാവുകളെക്കുറിച്ചാണ്. ആ രാവുകളെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തത് എന്നാണ്. എങ്കിലും പല പണ്ഡിതന്മാരും പല മുഫസ്സിറുകളും അതിന് പറഞ്ഞത് മുഹറമിൻ്റെ ആദ്യത്തെ 10 രാവുകളെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത് എന്നാണ്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ അഭിപ്രായം വരണമെങ്കിൽ ഈ ദിവസങ്ങൾക്ക് അത്രമാത്രം മഹത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അത്രമാത്രം ശ്രേഷ്ഠതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വമൊക്കെ മാനിച്ച് ദിവസങ്ങളിൽ കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാനും, നോമ്പനുഷ്ഠിക്കാനും, ഖുർആൻ പാരായണം ചെയ്യാനും, അതുപോലെ സ്വതക്കുകൾ ചെയ്യാനൊക്കെ നമ്മളെല്ലാവരും ശ്രമിക്കണം. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു നമ്മയൊക്കെ അവനിഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈമാനോടെ, ഇസ്സത്തോടെ ജീവിച്ച് അവസാനം പൂർണ്ണ ഈമാനിലായി, നമ്മുടെ റബ്ബിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി, ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരണപ്പെട്ട് ഖബറിലെത്തി, ഖബറിൽ വിജയിച്ച്, ഖബറിലെ പ്രയാസങ്ങളിലൊന്നും പെടാതെ ഖബറിൽ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുകൂടി അങ്ങനെ മഹ്ശറിലെത്തി, മഹ്ശറിലും വിജയിച്ച്, മീസാൻ്റെ അടുക്കലും അതുപോലെ മുത്തുനബിയുടെ ഹൗദിൻ്റെ അടുക്കലൊക്കെ വിജയിച്ച്, ഷഫാഅത്തിൽ വിജയിച്ച്, മഹ്ശറിൽ അർശിൻ്റെ തണൽ ലഭിച്ച്, സിറാത്ത് പെട്ടെന്ന് വിട്ടുകടക്കാൻ കഴിഞ്ഞ് സ്വർഗത്തിലേക്കെത്തി സന്തോഷിക്കാൻ, റബ്ബിൻ്റെ ലിഖാഇ ലഭിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ദുആകളിലേക്ക് ഉൾപ്പെടുത്തണം. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.